തിരുവനന്തപുരത്ത് വീട്ടിൽ പ്രസവിച്ച യുവതിയുടെ കുഞ്ഞ് മരിച്ചതിൽ ദുരൂഹത. കുഞ്ഞിന്റെ കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ കണ്ടെത്തി. കാട്ടാക്കട സ്വദേശി ഷംനയാണ് ഇന്ന് ഉച്ചയോടെ വീട്ടിൽ പ്രസവിച്ചത്. സംഭവത്തിന്റെ ദുരൂഹത നീക്കാൻ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ദേവനുണ്ട് വിവരങ്ങളുമായി. ദേവൻ, ഈ കുഞ്ഞിന്റെ മരണത്തിൽ ആകെ ഒരു ദുരൂഹതയാണ്. യുവതി വീട്ടിൽ പ്രസവിക്കുന്നു, കുഞ്ഞിന്റെ ദേഹത്ത് മുഴുവൻ മുറിവുകൾ. ഈ അമ്മയെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സരിക, വളരെയധികം ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട കൂടനാട് സ്വദേശിയായിട്ടുള്ള ഷംനയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീട്ടിൽ ഇത്തരത്തിൽ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ രാവിലെയോടുകൂടി തന്നെ ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയോടുകൂടി തന്നെ ഭർത്താവ് അൽത്താഫ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഷംനയെ അവശനിലയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനായി വാഹനം വിളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് തിരിച്ചെത്തുമ്പോൾ ഷംനയെ ഈ പറയുന്ന പോലെ കൈക്കുഞ്ഞുമായി പ്രസവിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ഉടൻ തന്നെ ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടർമാർ പരിശോധിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ ദേഹത്ത് ഈ മുറിപ്പാടുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിന്റെ കഴുത്തിലും തന്നെ ശരീരത്തിലും എല്ലാം തന്നെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഈ വീട്ടുകാർ പറയുന്നത് ഈ ഷംന ഗർഭിണിയാണെന്നുള്ള കാര്യം തങ്ങൾക്ക് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നുള്ളൊരു വിചിത്രമായിട്ടുള്ള ഒരു വാദമായിരുന്നു ആദ്യം അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിനനുസരിച്ചിട്ട് കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകും. അതേസമയം ഷംന ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ഈ പ്രസവത്തിന് ശേഷം അവർക്ക് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്, പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ്. ഏതായാലും സംഭവത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പോലീസും ഉറച്ചു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രാഥമിക വിവരത്തിൽ കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും കഴുത്തിലും ഒപ്പം തന്നെ ശരീരത്തിലെല്ലാം തന്നെ മുറിപ്പാടുകൾ അടക്കം തന്നെ കാണുന്നുണ്ട്. അത് എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം ഒരു പക്ഷേ ഈ കുഞ്ഞിന്റെ മാതാവായിട്ടുള്ള ഷംന തന്നെ അത് പോലീസിനോട് വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഏതായാലും അവരുടെ മൊഴിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താനാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.